ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർഗമ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് ജലരാശിയിൽ മീനം രാശിയിൽ നിൽക്കുന്ന ശുക്രൻ അഗ്നിരാശിയായ മേടം രാശിയിലേക്ക് മെയ് 31 രാശി മാറുന്നു. മെയ് 31 മുതൽ ജൂൺ 28 വരെ ശുക്രൻ മേടം രാശിയിൽ സ്ഥിതി ഉണ്ടാകും. അപ്പോൾ ശുക്രൻ്റെ മേടം രാശിയിലേക്കുള്ള രാശിമാറ്റം ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും ഏതുവിധം സ്വാധീനിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ 4 മാസമായിട്ട്, അതായത് ജനുവരി 28 മുതൽ മെയ് 30 വരെ ശുക്രൻ അതിൻ്റെ ഉച്ചരാശിയായ മീനം രാശിയിൽ സഞ്ചരിക്കുകയായിരുന്നു. മെയ് 31 ആ മീനം രാശിയിൽ നിന്ന് ശുക്രൻ അഗ്നിരാശിയായ മേടം രാശിയിലേക്ക് രാശി മാറുന്നു. ജൂൺ 28 വരെ മേടം രാശിയിൽ ശുക്രന് സ്ഥിതി ഉണ്ടാകും. ശുക്രൻ നമുക്കറിയാം സമ്പത്തിൻ്റെ ഗ്രഹമാണ്. സൗന്ദര്യം, അതുപോലെ ഭൗതിക മോഹങ്ങൾ, സുഖസൗകര്യങ്ങൾ, പ്രണയം, വിവാഹം, ദാമ്പത്യബന്ധം, ഇവയുടെയൊക്കെ ഒരു ഗ്രഹമായിട്ട് നമുക്ക് ശുക്രനെ കാണാം. ഇപ്പോൾ ജലരാശിയായിട്ടുള്ള മീനൻ രാശിയിൽ നിന്ന് അഗ്നിരാശിയായിട്ടുള്ള മേടം രാശിയിലേക്കാണ് മെയ് 31 ശുക്രൻ രാശി മാറുന്നത്. മേടം രാശിയിലെ 3 നക്ഷത്രങ്ങളിലൂടെ ശുക്രൻ സഞ്ചരിക്കുകയാണ്. അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യപാദം. അപ്പോൾ അശ്വതി നക്ഷത്രത്തിൽ ശുക്രൻ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ, അശ്വതി നക്ഷത്രം ഹീലിങ്ങിൻ്റെ ഒരു നക്ഷത്രം എന്ന് പറയാം. ഇപ്പോൾ ജൂൺ 12 വരെ അശ്വതി നക്ഷത്രത്തിലായിരിക്കും. അതിനുശേഷം ഭരണി നക്ഷത്രത്തിലും ക്രമേണ കാർത്തിക നക്ഷത്രത്തിലും ശുക്രൻ സഞ്ചരിക്കുന്നു. അപ്പോൾ പൊതുവേ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ, അത് ആരോഗ്യ പ്രശ്നങ്ങളായിക്കോട്ടെ മറ്റെന്ത് തരത്തിലുള്ള പ്രശ്നങ്ങളായാലും അതിനൊരു ഹീലിംഗ്, അതിനൊരു പരിഹാരം അശ്വതി നക്ഷത്രത്തിലൂടെ ശുക്രൻ സഞ്ചരിക്കുക വഴി ഉണ്ടാകും. അതുപോലെ ഭരണി നക്ഷത്രത്തിലൂടെ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ അത് കൂടുതൽ ഗുണം ചെയ്യും. കാരണം ഭരണി നക്ഷത്രം ശുക്രൻ്റെ തന്നെ നക്ഷത്രമാണ്. അപ്പോൾ സ്വന്തം നക്ഷത്രത്തിലൂടെ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ കൂടുതൽ ബലം ഉണ്ടാകും. അതിനുശേഷം ഒരു 27 ആകുമ്പോൾ, ജൂൺ 26, 27 ഒക്കെ ആകുമ്പോൾ, അവസാനത്തെ ഒരു 3 ദിവസമൊക്കെ ആകുമ്പോൾ ശുക്രൻ കാർത്തിക നക്ഷത്രത്തിലാണ് സഞ്ചരിക്കുന്നത്. സൂര്യൻ്റെ നക്ഷത്രമാണ്. ശുക്രനും സൂര്യനും ഒക്കെ ശത്രുഗ്രഹമാണ്. അവിടെ ചെറിയ ഈഗോ ഇഷ്യൂസ്, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ചിലപ്പോൾ ആ ശുക്രൻ കാർത്തിക നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുക വഴി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഈ ശുക്രൻ്റെ മേടം രാശിയിലേക്കുള്ള രാശിമാറ്റം ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും ഏതുവിധം സ്വാധീനിക്കും എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഈ വീഡിയോയിൽ ധനു, മകരം, കുംഭം, കൂറുകാർക്കും ലഗ്നക്കാർക്കും ശുക്രൻ്റെ മേടം രാശിയുടെയിലേക്കുള്ള രാശിമാറ്റം എന്ത് സ്വാധീനം ചെലുത്തും എന്നുള്ളതാണ് ചർച്ച ചെയ്യുന്നത്. ആദ്യമായിട്ട് നമുക്ക് ധനു കൂറുകാർക്കും ധനു ലഗ്നക്കാർക്കും, അതായത് മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിൽ പെടുന്നവർക്ക് ശുക്രൻ്റെ മേടം രാശിയിലേക്കുള്ള രാശിമാറ്റം എന്ത് ഗുണമുണ്ടാക്കും നോക്കാം. ഇപ്പോൾ ധനുക്കുറുകാർക്കും ധനു ലഗ്നക്കാർക്കും ശുക്രൻ 6ാം ഭാവാധിപനാണ്. അതുപോലെ 11ാം ഭാവാധിപനുമാണ്. അപ്പോൾ 6ഉം 11ഉം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ മെയ് 31 5ലേക്കാണ് രാശി മാറുന്നത്. ജൂൺ 28 വരെ ശുക്രൻ 5ൽ സ്ഥിതി ഉണ്ടാകും. 5ാം ഭാവം എന്ന് പറയുന്നത് ശുക്രൻ്റെ, അതായത് ധനുക്കുറുകാരുടെ 5ാം ഭാവം എന്ന് പറയുന്നത് മേടം രാശിയാണ്. അതായത് പ്രത്യേകിച്ച് പൂർവ്വപുണ്യത്തിൻ്റെ സ്ഥാനമാണ്, പ്രണയത്തിൻ്റെ സ്ഥാനമാണ്, ക്രിയേറ്റിവിറ്റിയുടെ സ്ഥാനമാണ്, പഠനത്തിൻ്റെയും സന്താനത്തിൻ്റെയൊക്കെ ഒരു സ്ഥാനമായിട്ട് നമുക്ക് 5ാം ഭാവത്തെ കാണാം. അപ്പോൾ നമുക്ക് ഈ ശുക്രൻ 5ലേക്ക് രാശി മാറുമ്പോൾ പൊതുവെ നമ്മുടെ പാസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് അല്ലെങ്കിൽ മുൻകാല വർക്കുകളുടെ ഒരു ഗുണാനുഭവം നമുക്ക് ഈ സമയത്ത് ഉണ്ടാകും. പൊതുവെ ആഗ്രഹങ്ങളൊക്കെ കൂടുന്ന സമയമായിരിക്കും 5ൽ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ. പ്രണയചിന്തയുണ്ടാകും. സാമൂഹ്യ ബന്ധമൊക്കെ പൊതുവെ ശക്തമാകുന്ന സമയമെന്ന് പറയാം. അങ്ങനെ പുതിയ സൗഹൃദങ്ങൾ,
സാമൂഹ്യ ബന്ധങ്ങൾ, അതുവഴിയൊക്കെ നമുക്ക് ചില ഗുണാനുഭവങ്ങൾ, നേട്ടങ്ങളൊക്കെ 5-ലൂടെ ശുക്രൻ സഞ്ചരിക്കുക വഴി ഉണ്ടാകും. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങൾ, നമ്മുടെ ഗോൾസ്, അത് കൈവരിക്കുന്നതിനുള്ള അനുകൂല സമയം എന്നും കൂടെ പറയാം. അതുപോലെ തൊഴിൽ, വിദ്യാഭ്യാസം, ഇവയുമായിട്ട് ബന്ധപ്പെട്ട അനുകൂലമായിട്ടുള്ളൊരു സ്ഥിതിയാണ്. സ്പെക്കുലേറ്റീവ് ബിസിനസ്സിലൊക്കെ നേട്ടം ഉണ്ടാകും. നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. അതുപോലെ ജ്യേഷ്ഠ സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധമൊക്കെ ഇമ്പ്രൂവ് ചെയ്യും. കാരണം 11-ാം ഭാവാധിപൻ 5-ലാണ് വരുന്നത്. അപ്പോൾ ജ്യേഷ്ഠ സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധം ഒക്കെ വളരെ ഗുണം ചെയ്യും. മാത്രമല്ല 5-ലൂടെയൊക്കെ ആണ് സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഉപാസനാദി കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ ഉണ്ടാകും. ടീച്ചിങ്, അതുപോലെ മീഡിയ, കലാ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കൊക്കെ വളരെ നേട്ടം ഉണ്ടാകും. അതുപോലെ തന്നെ കോമ്പറ്റിറ്റീവ് എക്സാമിനേഷനിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് വിജയം പ്രതീക്ഷിക്കാം. ഭാഗ്യ അനുഭവങ്ങൾ ഈ സമയത്ത് ഉണ്ടാകും. അതുപോലെ തന്നെ ശുക്രൻ ആദ്യമൊക്കെ കേതുവിൻ്റെ നക്ഷത്രത്തിലാണ് സഞ്ചരിക്കുന്നത്. ക്രമേണ ഭരണി നക്ഷത്രത്തിൽ 13-ാം തീയതിയൊക്കെ ആകുമ്പോൾ ജൂൺ 13-ന് ഭരണി നക്ഷത്രത്തിൽ വരുന്നു. ക്രമേണ കാർത്തിക നക്ഷത്രത്തിലേക്ക് ആ ശുക്രൻ സഞ്ചരിക്കുന്നു. അപ്പോൾ പൊതുവേ നമുക്ക് കേതു നക്ഷത്രത്തിലൊക്കെ ശുക്രൻ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ, ഇപ്പോൾ 5-ാം ഭാവം എന്ന് പറയുന്നത് സന്താന ഭാവമാണ്. കേതു നക്ഷത്രത്തിലൂടെയൊക്കെ ആ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ സന്താനങ്ങൾക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത്തരം പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കൊക്കെ ഒരു ഹീലിംഗ് തരുന്നതായിരിക്കും ശുക്രൻ അശ്വതി നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുക വഴി ഉണ്ടാകുന്നത്. എന്ന് പറയുമ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് ഒരു ആശ്വാസം ഉണ്ടാകും. അതുപോലെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇവയൊക്കെ പരിഹരിക്കും. പൊതുവെ നമുക്ക് സന്തോഷ അനുഭവങ്ങൾക്ക് അത് വഴിതെളിക്കും എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് അശ്വതി നക്ഷത്രത്തിൽ കഴിഞ്ഞിട്ട് ഭരണി നക്ഷത്രത്തിലൊക്കെ വരുമ്പോൾ കൂടുതൽ ഗുണാനുഭവം നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ 11-ാം ഭാവാധിപനാണ് ശുക്രൻ. ആ 11-ാം ഭാവാധിപനായുള്ള ശുക്രൻ 5-ൽ നിന്നിട്ട് 11-ലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. അപ്പോൾ നമുക്ക് പുതിയ സുഹൃത്തുക്കൾ, പുതിയ സാമൂഹ്യ ബന്ധങ്ങൾ ഒക്കെ ഈ സമയത്ത് ഉണ്ടാകും. അവരെ കൊണ്ട് നമുക്ക് ഗുണാനുഭവം ഉണ്ടാകും. അവരുടെ ഉപദേശം ഒക്കെ നമുക്ക് ഗുണാനുഭവം ഉണ്ടാക്കുന്നതാണ്. സന്തോഷകരമായിട്ടുള്ള കുടുംബജീവിതം ഒക്കെ നമുക്കുണ്ടാകും. മാത്രമല്ല 11-ാം ഭാവാധിപൻ 5 നിന്നിട്ട് 11-ലേക്ക് നോക്കുകയും കൂടെ ചെയ്യുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള ഒരു നേട്ടം, ധനവരവ് ഒക്കെ നമുക്ക് ഉണ്ടാകും. പ്രത്യേകിച്ച് നമ്മുടെ കഴിവ്, നമ്മുടെ ബുദ്ധിശക്തി, അവയൊക്കെ നമുക്ക് സാമ്പത്തിക നേട്ടങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന സമയമാണ് എന്നും കൂടെ പറയാം. അതുപോലെ പ്രത്യേകിച്ച് ഈ 5 പറയുമ്പോൾ ടീച്ചിങ്ങിൻ്റെയൊക്കെ സ്ഥാനമാണ്, ക്രിയേറ്റിവിറ്റിയുടെയൊക്കെ സ്ഥാനമാണ്. അപ്പം അത്തരം മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് കൂടുതൽ സ്വാധീനം ഉണ്ടാകും. അവർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകും. ബിസിനസ് വഴിയൊക്കെ സാമ്പത്തിക നേട്ടം ഉണ്ടാകും. സുഖ സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തുന്നതിനുള്ളൊരു ചിന്തയുണ്ടാകും. പൊതുവെ നമ്മുടെ പോപ്പുലാരിറ്റിയൊക്കെ മെച്ചപ്പെടുത്തുന്നതിന് സഹായകമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതി എന്ന് പറയാം 5-ലെ ശുക്രനും ആ 11-ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ 11-ലേക്ക് ദൃഷ്ടി ചെയ്യുന്നത്. അപ്പോൾ 11-ലെ ശുക്രൻ്റെ ദൃഷ്ടി പൊതുവെ ഗുണം ചെയ്യും എന്ന് പറയാം. 11-ലേക്ക് ശുക്രൻ മാത്രമല്ല, ഗുരുവും 11-ൽ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. ലഗ്നാധിപനാണ് ആ ഗുരു. അപ്പം ശുക്രൻ്റെയും ഗുരുവിൻ്റെയും 11-ലെ ദൃഷ്ടി എന്ന് പറയുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള ഗുണാനുഭവങ്ങൾ, നമ്മുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കാനുള്ള ഒരു കഴിവ്, കൈവരിക്കാനുള്ള ഒരു ശ്രമം, ഊർജിത ശ്രമമൊക്കെ ഈ സമയത്തുണ്ടാകും. ആഗ്രഹങ്ങളൊക്കെ കൂടും. ഇച്ഛാപൂർത്തി സ്ഥാനത്താണ് ശുക്രൻ്റെയും ഗുരുവിൻ്റെയൊക്കെ ദൃഷ്ടി വരുന്നത്. അത് നമുക്ക് വളരെ ഗുണാനുഭവം ഉണ്ടാകും. അതേസമയം ശുക്രൻ 11-ലേക്ക് ദൃഷ്ടി ചെയ്യുമ്പോൾ നമുക്ക് ഈ എതിർ ലിംഗക്കാരുമായിട്ടുള്ള സൗഹൃദത്തിൽ ഒരു കരുതൽ വേണം. കാരണം അവരുമായിട്ടുള്ള കമ്പനിയിൽ നമുക്ക് ഒരു ജാഗ്രത ഉണ്ടാകണം. ഇതാണ് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇനി നമുക്ക് മകരക്കൂറുകാർക്കും മകരലഗ്നക്കാർക്കും ശുക്രൻ മേടൻ രാശിയിലേക്ക് രാശി മാറുന്നത് എന്ത് സ്വാധീനം ഉണ്ടാക്കും നോക്കാം. മകരക്കൂറുകാരെന്ന് പറയുമ്പോൾ ഉത്രാട നക്ഷത്രത്തിൻ്റെ അവസാന 3 പാദം, തിരുവോണം, അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദത്തിൽ പെടുന്നവരാണ്. ഇപ്പം മകരക്കൂറുകാർക്കും മകരലഗ്നക്കാർക്കും ശുക്രൻ എന്ന് പറയുന്നത് 5-ാം ഭാവാധിപനാണ്. ഒരു ത്രികോണ ഭാവാധിപനുമാണ്, കേന്ദ്ര ഭാവാധിപനുമാണ്, 10-ാം ഭാവാധിപനുമാണ്. അപ്പോൾ 5ഉം 10ഉം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ, യോഗകാരകനായ ശുക്രൻ മെയ് 31-ന്
കേന്ദ്രരാശിയിലേക്ക് 4-ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. ജൂൺ 28 വരെ ശുക്രൻ 4-ാം ഭാവരാശിയിൽ ഉണ്ടാകും. 4-ാം ഭാവം എന്ന് പറയുന്നത് സുഖസ്ഥാനമാണ്. അപ്പം 5-ാം ഭാവാധിപൻ 4-ൽ വരിക എന്ന് പറയുമ്പോൾ മാനസികമായിട്ട് സുഖാനുഭവങ്ങൾ, സന്തോഷങ്ങൾ ഉണ്ടാകാവുന്ന ഒരു മാസമായിട്ട് നമുക്ക് എടുക്കാം. അതായത് പുതിയ വീട്, 4 എന്ന് പറയുമ്പോൾ ഭവനമാണ്, ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. അപ്പോൾ പുതിയ വീട്, വാഹനം ഇവയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. വീട് പുതുക്കുന്നതിന്, വീട് നവീകരിക്കുന്നതിന്, സുഖസൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്, വീട്ടുപകരണങ്ങൾ വാങ്ങുന്നതിന് ഒക്കെ തന്നെ അനുകൂലമായിട്ടുള്ള ഒരു സമയമായിട്ട് ശുക്രൻ്റെ 4-ലേക്കുള്ള രാശിമാറ്റം വഴിതെളിക്കും. വിദ്യാർത്ഥികൾക്കൊക്കെ സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകും. പരീക്ഷകളിലൊക്കെ മികവ് പുലർത്താനാകും. ബുദ്ധിശക്തി, ഓർമ്മശക്തിയൊക്കെ കൂടും. അത് മുഖാന്തരമുള്ള ഒരു സന്തോഷ അനുഭവമൊക്കെ ഈ സമയത്ത് ഉണ്ടാകും. പുത്തൻ ആശയങ്ങൾ, അതുപോലെ തന്നെ പുതിയ കാഴ്ചപ്പാട്, അതുപോലെ പുതിയ ക്രിയേറ്റിവിറ്റി, ഇവയിലൊക്കെ തന്നെ നമുക്ക് തിളക്കം ഉണ്ടാകാവുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. മാതാവിന് സുഖാനുഭവം ഉണ്ടാവും. മാതാവുമായിട്ടുള്ള ബന്ധത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവർക്കാണെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും. അതുപോലെ പൊതുവേ നമുക്ക് കുടുംബത്തിൽ സന്തോഷം ഉണ്ടാകാവുന്ന സമയമായിരിക്കും ഈ ജൂൺ മാസം എന്ന് പറയാം. കുടുംബത്തിൽ സുഖം, സന്തോഷം, സന്താനത്തിന് ഗുണം. 5-ാം ഭാവാധിപനാണ് 4-ൽ വരുന്നത്. സന്താനത്തിന് ഗുണാനുഭവം ഉണ്ടാകും. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ, അതുപോലെ തന്നെ ഭൂമി ഇടപാടുകളിൽ, ലാൻഡ് ക്രയവിക്രയമൊക്കെ നടത്തുന്നതിലൊക്കെ ഗുണാനുഭവം ഉണ്ടാകും. അതിലൊക്കെ ഒരു സംതൃപ്തി ഉണ്ടാകും. ശുക്രൻ 10-ാം ഭാവാധിപനും കൂടിയാണ്. ആ 10-ാം ഭാവാധിപൻ 4-ൽ നിന്ന് 10-ലേക്ക് ദൃഷ്ടി ചെയ്യുന്ന സമയം കൂടെയാണ്. അപ്പോൾ അത് തൊഴിലിടത്തൊക്കെ നമുക്ക് സുഖാനുഭവം ഉണ്ടാകും, സന്തോഷം ഉണ്ടാകും. തൊഴിലിടത്തൊക്കെ സുഖ സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തുന്നതിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. പൊതുവേ തൊഴിൽ നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ അവസരങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ്, സന്തോഷത്തിൻ്റെ സമയമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ പ്രമോഷനൊക്കെ കാത്തിരിക്കുന്നവർക്കുമൊക്കെ ഗുണാനുഭവം ഉണ്ടാകും. മനസ്സിന് സന്തോഷം തരുന്ന സംഭവവാസങ്ങൾ തൊഴിലിടത്തുണ്ടാകും എന്ന് തന്നെ പറയാം. പഠനത്തിലൊക്കെ തിളങ്ങും, കൂടുതൽ ഉദാരമതിയാകും. തൊഴിലിൽ ആദരവ്, അംഗീകാരമൊക്കെ ലഭിക്കാവുന്ന സമയമായിട്ടും കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർ, ലക്ഷറി ഐറ്റംസ് ഡീൽ ചെയ്യുന്നവർ, ബ്യൂട്ടി പ്രോഡക്ട്സ്, അതുപോലെ ജുവലറി ബിസിനസ് നടത്തുന്നവർ, ടെക്സ്റ്റൈൽസ്, അതുപോലെ നമുക്ക് ഇൻറ്റീരിയർ ഡിസൈനിങ് ഇവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊക്കെ തൊഴിൽ ചെയ്യുന്നവർക്ക് പൊതുവെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു രാശിമാറ്റമായിരിക്കും ശുക്രൻ മേടം രാശിയിലേക്ക് രാശി മാറുക വഴി ഉണ്ടാകുന്നത്. രാഷ്ട്രീയ പ്രവർത്തകർക്ക് വളരെ ഗുണാനുഭവം ഉണ്ടാകും. അവർക്ക് സ്ഥാനമാനങ്ങൾ ഒക്കെ ഈ സമയത്ത് പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. സന്താനങ്ങൾക്കായി കാത്തിരിക്കുന്നവർക്കും സന്തോഷാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. പൊതുവെ കുടുംബം, സുഖം, തൊഴിൽ, കുടുംബത്തിലെ സുഖം, തൊഴിലിലെ സുഖം, സന്താനവുമായി ബന്ധപ്പെട്ട് സുഖം, ഇവയൊക്കെ ഈ സമയത്ത് ശുക്രൻ്റെ 4-ലേക്കുള്ള രാശിമാറ്റം കൊണ്ട് ഈ മകരക്കൂറുകാർക്കും മകര ലഗ്നക്കാർക്കും പ്രതീക്ഷിക്കാം. ഇനി കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും ശുക്രൻ മേടം രാശിയിലേക്ക് രാശി മാറുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. കുംഭക്കൂറുകാരെന്ന് പറയുമ്പോൾ അവിട്ട നക്ഷത്രത്തിൻ്റെ അവസാന 2 പാദം, ചതയം, അതുപോലെ പൂരിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽ പെടുന്നവരാണ്. അപ്പോൾ കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും ഈ പ്രത്യേകിച്ച് 4-ഉം 9-ഉം ഭാവാധിപനാണ് ശുക്രൻ എന്ന് പറയുന്നത്. 4-ഉം 9-ഉം ഭാവാധിപനായിട്ട് ശുക്രൻ മെയ് 31-ന് 3-ലേക്കാണ് രാശി മാറുന്നത്. ജൂൺ 28 വരെ ശുക്രൻ 3-ാം ഭാവരാശിയിൽ ഉണ്ടാകും. 3 ഉപജയരാശിയാണ് എങ്കിലും യോഗകാരകനായിട്ടുള്ള ഒരു ഗ്രഹം. പ്രത്യേകിച്ച് 4-ഉം 9-ഉം ഭാവാധിപത്യം ശുക്രന് വരുമ്പോൾ യോഗകാരകത്വം ശുക്രനുണ്ട്. യോഗകാരകനായിട്ടുള്ള ശുക്രൻ 3-ലേക്ക് വരിക എന്ന് പറയുമ്പോൾ ശുക്രൻ്റെ 3-ലെ സ്ഥിതി എന്ന് പറയുന്നത് തമോ ഗ്രഹങ്ങൾക്കൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഗുണാനുഭവം കൂടുമെങ്കിലും ശുഭഗ്രഹമായ ശുക്രന് അത്രത്തോളം ഗുണാനുഭവം ശുക്രൻ്റെ 3-ലെ സ്ഥിതി കൊണ്ടുണ്ടാകണമെന്നില്ല. എങ്കിലും പ്രത്യേകിച്ച് 3-ലൊക്കെ ശുക്രൻ്റെ രാശിമാറ്റം വരുമ്പോൾ നമ്മുടെ മെൻ്റൽ ക്വാളിറ്റിയൊക്കെ നല്ലതാകും. കലകളിലൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ സംഗീതം, ഗാനാലാപനം, നൃത്തം, ഫൈൻ ആർട്സ് ഇവയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കൊക്കെ മികവ്
പുലർത്താൻ കഴിയുന്ന സമയമാണ്, തിളക്കമുണ്ടാകുന്ന സമയമാണ്. സാമ്പത്തികമായിട്ട് വലിയ ഗുണം ഇല്ല എങ്കിലും വലിയ ഗുണം 3-ലെ ശുക്രൻ ഉഭയരാശിയാണ് എങ്കിലും വലിയ ഗുണം തരണമെന്നില്ല. ബുദ്ധിശക്തിയൊക്കെ കൂടും, കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ ഇമ്പ്രൂവ് ചെയ്യും. 3-ലൊക്കെ ആ ശുക്രൻ വരുമ്പോൾ യാത്രകൾ കൊണ്ടൊക്കെ ഗുണാനുഭവം ഉണ്ടാകും. അതുപോലെ തന്നെ 4-ാം ഭാവത്തിൻ്റെ 12-ലാണ് ആ 4-ാം ഭാവാധിപൻ നിൽക്കുന്നത്. 4-ാം ഭാവാധിപൻ 3-ൽ വരിക എന്ന് പറയുമ്പോൾ 4-ാം ഭാവത്തിൻ്റെ 12-ലാണ് വരുന്നു എന്നുള്ളത് കൊണ്ട് മാതാവിന് എന്തെങ്കിലുമൊക്കെ സുഖക്കുറവൊക്കെ ഉണ്ടാകാം, ആശുപത്രിവാസമൊക്കെ വരാം, അത് മുഖാന്തരം സാമ്പത്തിക ചിലവൊക്കെ കൂടാം. അതേസമയം ശുക്രൻ കേതുവിൻ്റെ ഈ അശ്വതി നക്ഷത്രത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് ആദ്യം എന്നുള്ളത് കൊണ്ട്, ക്രമേണ ഭരണി നക്ഷത്രത്തിലൂടെയും സഞ്ചരിക്കുന്നു എന്നുള്ളത് കൊണ്ട് പൊതുവേ നമുക്ക് ഈ കമ്മ്യൂണിക്കേഷൻ തലത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങളുള്ളവർക്ക് ആ പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടും. സ്പീച്ചിൽ എന്തെങ്കിലും ചലഞ്ചസ് ഉള്ളവർക്ക് അത് മാറിക്കിട്ടും. സഹോദരങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവയിലൊക്കെ മാറ്റം ഉണ്ടാകും. മാതാവിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു ഹീലിംഗ് പ്രത്യേകിച്ച് ആ ശുക്രൻ കേതു നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകും. ഭരണി നക്ഷത്രത്തിലൂടെയൊക്കെ സഞ്ചരിക്കുന്നത് അത് പൊതുവെ ശുക്രൻ്റെ തന്നെ സ്വന്തം നക്ഷത്രമായതുകൊണ്ട് അത് വളരെ ഗുണാനുഭവം ഉണ്ടാക്കുമെന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് പുതിയ ആശയങ്ങൾ, ചിന്തകൾ ഒക്കെ ഈ സമയത്ത് വരാൻ സാധ്യതയുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മുക്തി ഉണ്ടാകും. അതുപോലെ ശുക്രൻ 9-ാം ഭാവാധിപനും കൂടിയാണ്. ഇപ്പോൾ ശുക്രൻ്റെ 3-ലെ സ്ഥിതി, പ്രത്യേകിച്ച് 9-ാം ഭാവാധിപൻ 3 നിൽക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് എഴുത്തുകാർക്ക്, പ്രഭാഷകർക്ക്, പബ്ലിഷേഴ്സിന്, മീഡിയ പ്രവർത്തകർക്ക്, മാർക്കറ്റിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക്, അഡ്വർടൈസിങ് കമ്പനി നടത്തുന്നവർക്ക്, അവർക്കൊക്കെ തന്നെ ഭാഗ്യാനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. സഹോദരങ്ങൾ വഴി ഭാഗ്യനേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. അതുകൊണ്ട് നമുക്ക് ഗുണാനുഭവം ഉണ്ടാകും. 9-ാം ഭാവാധിപൻ ശുക്രൻ ഭാവത്തിൻ്റെ 7-ലാണ് സഞ്ചരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് പിതാവിൻ്റെ വ്യാപാരത്തിൽ നേട്ടങ്ങളുണ്ടാകും. പിതാവിൻ്റെ ബിസിനസ്സിലൊക്കെ പുതിയ പങ്കാളികളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ 9-ാം ഭാവാധിപനേറ്റ ശുക്രൻ 9 ദൃഷ്ടി ചെയ്യുന്ന സമയം കൂടെയാണ്. പിതാവിന് ഭാഗ്യാനുഭവം ഉണ്ടാകും. ചാരിറ്റബിൾ പ്രവർത്തനത്തിലൊക്കെ താല്പര്യം ഉണ്ടാകും. മതപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ കൂടും. അതുപോലെ തന്നെ ദൂരയാത്രകൾ, വിദേശയാത്രകൾ, അവയ്ക്കൊക്കെ ചിന്തയോ അതിനു വേണ്ടുന്ന ശ്രമങ്ങളോ ഒക്കെ ഈ സമയത്തുണ്ടാകാം. ഉന്നത പഠനം ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ളൊരു സ്ഥിതിയാണ്. പ്രത്യേകിച്ച് ഉന്നത പഠനത്തിനൊക്കെ ഇഷ്ടപ്പെട്ട സ്ഥാപനങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് വിദേശത്തൊക്കെ അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ സാധ്യമാകുന്ന സമയം എന്നും കൂടെ പറയാം. ഇനി നമുക്ക് മീനക്കൂറുകാർക്കും മീനലഗ്നക്കാർക്കും ശുക്രൻ മേടൻ രാശിയിലേക്ക് രാശി മാറുന്നത് എന്ത് സ്വാധീനം ഉണ്ടാക്കുമെന്ന് നോക്കാം. മീനക്കൂറുകാരെന്ന് പറയുമ്പോൾ പൂരിട്ട നക്ഷത്രത്തിൻ്റെ അവസാന പാദം, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാരാണ്. ഇപ്പോൾ മീനക്കൂറുകാർക്കും മീനലഗ്നക്കാർക്കും ശുക്രൻ ഭാവാധിപത്യം കൊണ്ടത്ര ഒരു നല്ല ഗ്രഹമല്ല. 3-ാം ഭാവാധിപതിയും അഷ്ടമ ഭാവാധിപതിയുമാണ് ശുക്രൻ. 3-8 ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ജന്മരാശിയിൽ നിന്നും മെയ് 31-ന് 2-ലേക്ക് ആണ് രാശി മാറുന്നത്. ജൂൺ 28 വരെ ശുക്രൻ 2-ൽ ഉണ്ടാകും. ഇപ്പം 3ഉം 8ഉം ഭാവാധിപനായതുകൊണ്ട് ശുക്രന് ശുഭത്വം കുറയും എന്ന് വേണമെങ്കിൽ പറയാം. എങ്കിലും ശുക്രൻ അപ്രതീക്ഷിതമായിട്ടുള്ള സഡനായിട്ടുള്ള ചില ധനനേട്ടത്തിന് വഴിതെളിക്കും. പ്രത്യേകിച്ച് ഈ ഇൻഹെറിറ്റൻസ് വഴിയോ സ്പൗസിൻ്റെ അല്ലെങ്കിൽ ജീവിത പങ്കാളിയുടെയൊക്കെ കുടുംബം വഴിയോ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട് അതുവഴിയോ നിഗൂഢ ശാസ്ത്രങ്ങൾ അഭ്യസിക്കുക വഴിയോ ഗവേഷണവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അതുവഴിയോ അവർക്ക് സഡനായിട്ടുള്ള എന്തെങ്കിലും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. അതുപോലെ തന്നെ സഡൻ എക്സ്പെൻസിനും സാധ്യതയുണ്ട്. അപ്രതീക്ഷിതമായിട്ടുള്ള ചില നേട്ടങ്ങൾ വരുന്നതോടൊപ്പം തന്നെ അപ്രതീക്ഷിതമായിട്ടുള്ള ചില ചിലവുകളും ഇവർക്ക് ഈ സമയത്ത് ഉണ്ടാകും. പൊതുവേ നമുക്ക് മണി ട്രാൻസാക്ഷനിൽ ഒരു കെയർ വേണം. അഷ്ടമ ഭാവാധിപനാണ് 2-ൽ നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് പണപരമായിട്ടുള്ള ഡീലിങ്സിൽ കെയർ വേണം. ശുക്രൻ ആദ്യം കേതുവിൻ്റെ നക്ഷത്രത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അത് പ്രത്യേകിച്ച് അശ്വതി നക്ഷത്രമാണ്. അശ്വതി എന്ന് പറയുമ്പോൾ തന്നെ അത് ഹീലിങ്ങിൻ്റെ ഒരു നക്ഷത്രമാണ്.
അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ 2-ലാണ് ശുക്രൻ സഞ്ചരിക്കുന്നു എന്നുള്ളതുകൊണ്ട് നമുക്ക് സാമ്പത്തികമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നാലും അതിന് ഒരു ഹീലിംഗ്, അതിനൊരു പരിഹാരം നമുക്കുണ്ടാകും. നമ്മുടെ കാഴ്ച സംബന്ധമായിട്ട് അല്ലെങ്കിൽ ദന്ത സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഉള്ളവർക്ക് അതിൽ നിന്നൊക്കെ ഒരു ആശ്വാസം ഉണ്ടാകും. അതുപോലെ തന്നെ ആരോഗ്യ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ആ അശ്വതി നക്ഷത്രത്തിലൂടെ ശുക്രൻ സഞ്ചരിക്കുക വഴി ഉണ്ടാകും എന്ന് തന്നെ പറയാം. ക്രമേണ ശുക്രൻ സ്വന്തം നക്ഷത്രമായ ഭരണിയിലൂടെ സഞ്ചരിക്കുന്നു. അത് കുടുംബത്തിൽ സുഖം സന്തോഷം ഉണ്ടാക്കുന്ന അനുഭവങ്ങൾക്ക് വഴിതെളിക്കും എന്ന് തന്നെ പറയാം. സന്താനത്തിന് കാത്തിരിക്കുന്നവർക്ക് സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ ശ്രവിക്കാവുന്ന സമയമാണ്. അതുപോലെ അഷ്ടമഭാവാധിപത്യം ശുക്രന് വരുന്നു എന്നുള്ളത് കൊണ്ട് കുടുംബത്തിൽ അഷ്ടമഭാവാധിപൻ 2-ൽ നിൽക്കുക എന്ന് പറയുമ്പം കുടുംബത്തിൽ ആർക്കെങ്കിലും ഒരു ആരോഗ്യ പ്രശ്നം പൊടുന്നതിനെ ചിലപ്പോൾ ഡെവലപ്പ് ചെയ്തു എന്ന് വരാം. അപ്പോൾ അതുപോലെ തന്നെ 2-ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വയാണെങ്കിൽ, അതായത് ശുക്രൻ ഇരിപ്പിടം കൊടുത്തിട്ടുള്ള ചൊവ്വയാണെങ്കിൽ ജൂൺ 6 ആകുമ്പോൾ ഈ കൂറുകാരുടെ 6-ാം ഭാവരാശിയിലേക്കാണ് സഞ്ചരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് പൊതുവെ നമുക്ക് സഡനായിട്ട് എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ കുടുംബത്തിൽ ആർക്കെങ്കിലുമൊക്കെ ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. അവിടെ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം വന്നാലും ഈ ശുക്രൻ്റെ ഈ അശ്വതി നക്ഷത്രത്തിലൂടെയും ഭരണി നക്ഷത്രത്തിലൂടെ ഒരു സഞ്ചാരമാകുന്നത് കൊണ്ട് ആ പ്രയാസങ്ങൾക്കൊക്കെ ഒരു പരിഹാരം നമുക്കുണ്ടാകും എന്നും കൂടെ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഭോജനസുഖം ഒക്കെ അനുഭവപ്പെടുന്ന സമയമാണ്. എങ്കിലും ആഹാരത്തിൽ നമ്മൾ ഒരു കെയർ വേണം. പ്രത്യേകിച്ച് അഷ്ടമഭാവാധിപൻ 2-ൽ സഞ്ചരിക്കുകയും 2-ാം ഭാവാധിപൻ 6-ലൂടെ സഞ്ചരിക്കുകയും ചെയ്യുന്ന സമയമായതുകൊണ്ട് ആഹാരത്തിലൊക്കെ ഒരു കെയർ വേണം. അതുപോലെ തന്നെ കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ, പ്രത്യേകിച്ച് ഈ 6-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ്റെ നക്ഷത്രം, അതായത് കാർത്തിക നക്ഷത്രത്തിലൂടെയൊക്കെ ഈ ജൂൺ അവസാനമൊക്കെ ആകുമ്പോൾ ശുക്രൻ സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാം. കുടുംബാംഗങ്ങൾക്കിടയിൽ എന്തെങ്കിലും ശത്രുതയൊക്കെ ഉണ്ടാകാം. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഒന്ന് കെയർ കൊടുത്ത് പോകണം. പൊതുവേ നമുക്ക് ജന്മരാശിയിൽ ശനിയൊക്കെ സ്ഥിതി ചെയ്യുന്ന സമയവും കൂടെയാണ് എന്നുള്ളത് കൊണ്ട് നമ്മുടെ ഉദാസീനത കൊണ്ട് എന്തെങ്കിലുമൊക്കെ നഷ്ടങ്ങൾ വരാതെ നോക്കണം. പ്രവർത്തനങ്ങളിലൊക്കെ ഒരു ഗോസിലോ അല്ലെങ്കിൽ ഒരു വേഗതക്കുറവൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ഉത്തരവാദിത്വ ബോധം കുറയുന്നതിനുമൊക്കെ സാധ്യതയുണ്ട്. അവിടെയൊക്കെ നമ്മളൊരു കെയർ കൊടുത്ത് പോകണം. അവസാനത്തെ ഒരു 3 ദിവസമൊക്കെ ആകുമ്പോൾ ശുക്രൻ കാർത്തിക നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുന്നു. അത് 6-ാം ഭാവാധിപൻ്റെ നക്ഷത്രവും കൂടെയാണ് എന്നുള്ളത് കൊണ്ട് അവസാനത്തെ ആ വാരമൊക്കെ ആകുമ്പോൾ നമ്മൾ ജൂൺ അവസാനമൊക്കെ ആകുമ്പോൾ നമ്മൾ കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ചില ഈഗോ പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ പൊന്തി വരാൻ സാധ്യതയുണ്ട്. അവയിലൊക്കെ ഒന്ന് കെയർ കൊടുത്ത് പോകണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.